നമ്മൾ ഈ ആശ്രമം കണ്ടാൽ മനസ്സിലാവും. കണ്ണൂർ ജില്ലയിൽ കേരളത്തിൽ തന്നെ അത്യപൂർവമായിട്ട് മാത്രമേ ഇത്രയും മനോഹരമായ ഒരു ആശ്രമമുള്ളൂ. ദശാവതാരങ്ങളും ഭഗവാന്റെ ഒക്കെ രൂപങ്ങളൊക്കെ ഇത്രയും കുത്തിവെച്ച ഒരു ആശ്രമം എന്ന് പറയാം. അതിന്റെ അധിപനാണ് സംഭൂജിയ സ്വാമിജി. നിരവധി അദ്ദേഹം സന്യാസി ധർമ്മത്തോടൊപ്പം തന്നെ ഇവിടെ നമുക്കൊരു ഹോമിയോ ആശുപത്രി കാണാം. നിരവധി പേരെ ചികിത്സിക്കുന്നു. വൈദ്യം അറിയാം, ആയുർവൈദ്യം അറിയാം. ഞാനെങ്കിൽ ഇവിടെ വന്നാൽ ചില മരുന്നുകൾ, സ്വാമി ഉണ്ടാക്കിയ മരുന്നുകൾ, ലേപനങ്ങൾ, കുഴമ്പുകൾ, എണ്ണകളൊക്കെ സ്വാമി ഉണ്ടാക്കും. സ്വാമിജി ആഹാരം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തെ മുന്നിലിരുത്തി പറയില്ല. ഇത്രയും രുചിക്കൂട്ടുകൾ കൊണ്ട് അതിമനോഹരമായിട്ട് വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള കൈപുണ്യം സ്വാമിയോളം ഞാൻ മറ്റാരെയും കണ്ടിട്ടില്ല. ഒരു സിദ്ധി എന്ന് പറയും. അദ്ദേഹം ലോകത്തൊക്കെ പല അത്ഭുതങ്ങളും. ഈ നായാട്ടുപാറ ആശ്രമത്തിലേക്ക് അദ്ദേഹം വാഹനത്തിലേക്ക് വരുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹം പ്രത്യക്ഷ ദർശനം കണ്ടു. നമുക്കൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് ഉണ്ണിക്കണ്ണനായിട്ട് വന്നിട്ട് ഇവിടേക്ക് കൊണ്ടുവരുന്ന കാര്യമൊക്കെ പലരും സ്വാമിജിയും ചില സന്ദർഭങ്ങളിൽ പറഞ്ഞതായിട്ടുണ്ട്. അങ്ങനെ സത്യസായി ബാബ അദ്ദേഹത്തിന് അമേരിക്കയിൽ, ഇംഗ്ലണ്ടിലാണ് സ്വാമിജി എന്ന് തോന്നുന്നു, അമേരിക്കയിൽ വെച്ച് അദ്ദേഹം ഇരിക്കുന്ന ആ മുറിയിൽ വന്ന കാര്യം, അമേരിക്കയിൽ ശരീരമില്ലാതെ വന്ന കാര്യം, ഒട്ടനവധി ഇപ്പം ധാരാളം വിദേശികൾ ഇവിടെ വന്നിട്ടുണ്ട്. അവർ വെറുതെ ഇരുന്നതല്ല. ഇത്തരം യോഗാനുഭൂതി സിദ്ധിച്ച അതിമാനുഷന്മാരുടെ അനുഭവങ്ങൾ കൊണ്ടാണ് നമ്മളെല്ലാം ഇത്തരം മഹത് വ്യക്തികളുടെ പാദ പൂജ ചെയ്യുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ശാന്തിപീഠം മഠാധിപതിയായ പൂജനീയ സ്വാമി ആത്മചൈതന്യക്ക് ഇനിയും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ജഗദീശ്വരൻ നൽകട്ടെ. കാരണം അദ്ദേഹത്തിന്റെ കൈപുണ്യം കൊണ്ട് ഒരുപാട് ഇനിയും ഈ നാടിന്, സനാതന ധർമ്മത്തിന്, അദ്ദേഹം ബ്രിട്ടീഷ് പാർലമെന്റിൽ സനാതന ധർമ്മത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അധ്യക്ഷ പദവി അലങ്കരിച്ചുകൊണ്ട് ചെയ്ത പ്രസംഗങ്ങളൊക്കെ നമുക്കറിയാം. ഇവിടെ മാത്രമല്ല, ലോകാന്തരങ്ങളിലെല്ലാം അദ്ദേഹം കേൾവിപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാമ്പ് 60ാം പിറന്നാളിനെ ബെൽജിയം ഗവൺമെന്റ് പുറത്തിറക്കി എന്ന് പറഞ്ഞാൽ, സ്വാമിജിയുടെ 60ാം പിറന്നാളിനൊരു സ്റ്റാമ്പ് ഗവൺമെന്റ് പുറത്തിറക്കി. നിരവധി യൂണിവേഴ്സിറ്റികളിൽ 40ഓളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ അദ്ദേഹത്തിന്റെ പാഠപുസ്തകങ്ങളും കവിതകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അത്രയും മഹാനുഭാവനായ സംഭൂജിയ സ്വാമി ആത്മചൈതന്യക്ക് ആയുരാരോഗ്യ സൗഖ്യം നൽകട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹ ഭാഷണം നടത്തുന്നത് കോളത്തോറത്ത് അദ്വൈതാശ്രമത്തിന്റെ മഠാധിപതിയായ പൂജനീയ സ്വാമി ചിദാനന്ദപുരിയാണ്. സ്വാമിജി അടുത്ത പരിപാടി അവിടെ ആളുകൾ സ്വാമിയെ കാത്തിരിക്കുകയാണ്. ലോകത്തിന് നമ്മുടെ ഭാരതത്തിന്റെ, നമ്മുടെ ധർമ്മത്തിന്റെ, ഹിന്ദുവിന്റെ ശബ്ദം ഇന്ന് മുഖരിതമാകുന്നത് സംഭൂജ്യ സ്വാമി ചിദാനന്ദപുരിയിലൂടെയാണ്. വളരെ ഭഗവാനുപുരസരം സ്വാമിജിയെ അനുഗ്രഹ ഭാഷണത്തിനായി ക്ഷണിക്കുകയാണ്.